മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ ശ്രീകോവിലിന്റെ മുകളിൽ നിറവ്യത്യാസം. എന്തോ ദ്രാവകം ഒഴിച്ചതെന്നാണ് സംശയം. തിരുവാഭരണ കമ്മീഷണർ അടക്കം പരിശോധനകൾ നടത്തി നെയ്യാണ് ഒഴിച്ചതെന്നും ആണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിലയിരുത്തൽ. ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ശബരിമലയിൽ വിവാദങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഈ സമാനമായി അവിടെ സ്വർണം പൂശിയെടുത്ത് നിറവ്യത്യാസം കണ്ട സംഭവങ്ങളുമുണ്ട്. ഇതെന്താണ് സംഭവിച്ചത്? ആരാണ് അവിടെ പരിശോധന നടത്തി നെയ്യാണെന്ന് ഉറപ്പുവരുത്തുന്നത്? സജിത്തെ, ഇന്നലെയാണ് SITയുടെ ഈ പരിശോധന ശബരിമലയിൽ പൂർത്തിയായത്. പ്രഭാമണ്ഡലം കട്ടളപ്പാളിയും ഒക്കെ അടിച്ചതിന് ശേഷം അതിന്റെ പരിശോധന പൂർത്തിയായ ശേഷം അത് തിരികെ ഫിറ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ ശ്രീകോവിലിന് മുകളിൽ വലതുവശത്തായി മേൽക്കൂരയിൽ ഈ ഒരു കറുത്ത പാട് കാണുന്നത്. അത് സ്വർണം പൂശിയ മേൽക്കൂരയാണ്. നമുക്കറിയാം ശബരിമല മേൽക്കൂരയെല്ലാം സ്വർണം പൂശിയാണ്. പക്ഷേ ഈ കറുത്ത ഒരു ദ്രാവകം ഒഴിച്ച പോലെ ഒരു പാട് കണ്ടെത്തുകയുണ്ട്. എന്തായാലും SIT സംഘത്തിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ജയകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഇത് കാണുകയും അത് ഭക്തർ ചൂണ്ടിക്കാണിക്കുകയും അത് ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. എങ്ങനെയുണ്ട് സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരാശങ്ക നിലവിലുണ്ടായിരുന്നു. മറ്റെന്തെങ്കിലും രീതിയിൽ ഈ സ്വർണ്ണ പരിശോധനയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രാസപദാർത്ഥങ്ങൾ വല്ലതും വീണതാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ സംശയമുണ്ട്. പക്ഷേ അതേസമയം അതല്ല, മറിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ പറയുന്നത് ഈ ഭക്തർ സാധാരണ നെയ്യ് അഭിഷേകം നടത്തുന്ന നെയ്യ് സ്വാഭാവികമായിട്ടും ഇതുപോലെ മുകളിലേക്കൊക്കെ ഒഴിക്കാറുണ്ട്. അത്തരം ആ നെയ്യ് ഒഴിച്ചതിന്റെ ഭാഗമായിട്ട് അതിൽ പൊടിപടലങ്ങൾ പറ്റി കുഴമ്പ് രൂപത്തിലായതാണെന്നാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു പ്രാഥമിക നിഗമനം. അത് വിദഗ്ധമായ ഒരു പരിശോധന ഇനി ആവശ്യമായി വരും. എന്തായാലും അത്തരത്തിലൊരു കാര്യമാണ് നിലവിലുള്ള രീതിയിൽ പറയുന്നത്. പക്ഷേ എന്തായാലും ഇത്തരമൊരു പാട് രൂപപ്പെട്ടത് എന്തായാലും ഒരു ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് വിശദമായ ഒരു പരിശോധന ആവശ്യമായി വരും. സൈത്തെ, എന്തായാലും വിശദമായ പരിശോധന ആവശ്യമാണ്. കാരണം ഇതിൽ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു കാര്യം കൂടി ശശിനാരായണൻ, കഴിഞ്ഞ ദിവസമാണ് SIT സംഘം അവിടെ എത്തിയത്. നിലവിലുള്ള സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണമാണ് നടത്തിയത്. അവർ നടത്തിയ പരിശോധന ഏതാണ്? അവിടെ ആ പരിശോധനയും ഇതുമായി എന്തെങ്കിലും ബന്ധമുള്ളതാണോ? സൈത്തെ, ആ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം ശ്രീകോവിലിന് മുന്നിലെ കട്ടളപ്പാളിയും ഒപ്പം കട്ടളപ്പാളിയുടെ അടിവശവും ആ ശ്രീകോവിലിന് തൊട്ട് മുകളിലായിട്ടുള്ള പ്രഭാമണ്ഡലമാണ്. ഈ രണ്ട് ഭാഗമാണ് അഴിച്ചെടുത്ത് പരിശോധന നടത്തിയത്. മേൽക്കൂരയിലൊരു പണിയും ഈ 2 ദിവസം കൊണ്ട് SIT സംഘത്തിന്റെ വിദഗ്ധ സംഘക്കാരും അത് പരിശോധിക്കാനൊന്നും നടപടിയുണ്ട്. അതൊക്കെ നേരത്തെ ചെയ്തതാണ്. നേരത്തെ ഇതിന്റെ സ്വർണം പൂശിയ കണക്കുകൾ കേൾക്കുന്നതിന് നേരത്തെ അത്തരം കണക്കുകൾ ശേഖരിക്കുകയും അതെല്ലാം അന്വേഷണവിധേയമായി ശേഖരിച്ച് കൊണ്ടുപോയിട്ടുള്ളതാണ്. പക്ഷേ അവസാനത്തെ 2 പണികളാണുള്ളത്. അതായത് ഈ പ്രഭാമണ്ഡലവും അതുപോലെ തന്നെ കട്ടളപ്പാളിയുടെ അടിവശവും ആ സ്വർണത്തിന്റെ തൂക്കം കൃത്യമായി എത്ര സ്വർണം നഷ്ടപ്പെട്ടുണ്ടെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് പരിശോധന നടത്തിയത്. അതിന്റെ പണികൾ ഇന്നലെയും ഇന്നും കഴിഞ്ഞ ദിവസവും 2 ദിവസം കൊണ്ട് തന്നെ അത് പൂർത്തിയായിട്ടുണ്ട്. പക്ഷെ അതിനുശേഷമാണ് ഈ ശബരിമല ഈ ശ്രീകോവിലിന്റെ മേൽഭാഗത്ത് ശ്രീകോവിലിന്റെ മേൽഭാഗത്ത് വലതു സൈഡിലാണ്, വലതുവശത്താണ് ഇത്തരം ഒരു കറുത്ത പാട് രൂപപ്പെട്ടത്. അത് ഒരു സംശയത്തിനിടയാക്കി. ഒരു പക്ഷേ ഇത്തരം പരിശോധനയ്ക്കിടയിൽ വന്ന കാര്യങ്ങളാണോ, ഇനി എന്തെങ്കിലും രാസപദാർത്ഥങ്ങൾ വല്ലതും അതിന് മുകളിൽ വീണതാണോ എന്നുള്ള കാര്യം കൂടി സംശയമുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഭക്തർ പക്ഷേ ഈ വരുന്ന ഇതര സംസ്ഥാനത്ത് നിന്നൊക്കെ വരുന്ന തീർത്ഥാടകർ നെയ്യൊക്കെ ഇങ്ങനെ ഒഴിക്കാറുണ്ട്. അത് സ്വാഭാവിക വീണ അത്തരത്തിൽ ഒഴുകി എത്തിയായിട്ട് അതിനകത്ത് ഈ പൊടിയും മറ്റ് കറയൊക്കെ പിടിച്ചൊഴുകി വന്നാണ് ഒരു മഴയും കൂടെ പെയ്ത്തുള്ള രൂപപ്പെട്ടതെന്നുള്ള രീതിയിലാണ് ഇപ്പോഴുള്ള പ്രാഥമികമായ ഒരു വിലയിരുത്തൽ. പക്ഷെ അതിലുപരി എന്താണ് ആ സ്വർണത്തിന്റെ മേൽക്കൂര സംഭവിച്ചതെന്നുള്ള കുറിച്ചൊരു പരിശോധന, വ്യക്തമായ പരിശോധന ആവശ്യമാണ്. അത്തരം കാര്യങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഒരുപക്ഷെ പോകാൻ സാധ്യതയുണ്ട്. സാഹിത്യ, അതാണ് സാഹചര്യം. എന്തായാലും ശബരിമല ശ്രീകോവിലിന് മുകളിലാണ് ഒരു നിറവ്യത്യാസം കാണുന്നത്. സ്വർണം പൂശിയ ഇടമാണ്. അവിടെ എന്തുകൊണ്ട് നിറം മാറി എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. നേരത്തെയും സമാനമായ ഒരു ദ്രാവകം വീണ്, രാസവസ്തു വീണ് നിറം മാറിയ വിവാദമൊക്കെ ഉണ്ടായതാണ്. പക്ഷേ ഇത് നെയ് വീണ് സംഭവിച്ചതാണ് എന്നതാണ് സംശയിക്കുന്നതിൻ്റെ കാര്യം. അതാണ് ഇപ്പോൾ നിലവിലുള്ള കാര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.